ഹലോ ഗായ്സ്, കേരള പ്രീമിയർ ലീഗ് സീസൺ 2024-25. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള തോമസ് കോച്ച് മെയിൻ ടീമിൻ്റെ കോച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയതുകൊണ്ട് ടീമിനെ കേരള പ്രീമിയർ ലീഗിൽ ഹെഡ് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള നോയൽ കോച്ചും ഗോൾ കീപ്പർ കോച്ചായിട്ടുള്ള കോൾ കാറ്ററുമാണ്. ഓൾറെഡി ടീമിൽ അണ്ടർ-20 ഇന്ത്യൻ ടീമിന് വേണ്ടി 2 പ്ലെയേഴ്സ് സ്ക്വാഡിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലെയേഴ്സും ടീമിൻ്റെ സ്ക്വാഡിൽ നിന്ന് പുറത്താണ്. പ്രസൻ്റ്ലി റിസർവ് ടീം ഡെവലപ്മെൻറ്റ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ലെവൽ ഡെവലപ്മെൻറ്റ് ലീഗിൽ നിന്ന് ക്വാളിഫൈഡ് ചെയ്ത് സോണൽ മാച്ചസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസർവ് ടീം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്ലെയേഴ്സിന് കൂടുതൽ മാച്ച് ടൈം കൊടുത്ത് യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ്. സോ കേരള പ്രീമിയർ ലീഗ് ഒരു കോമ്പറ്റേറ്റീവ് ടൂർണമെൻ്റ് ആയിട്ടല്ല റിസർവ് ടീം കണ്ടുകൊണ്ടിരിക്കുന്നത്. 13 മാച്ചസ് ഉണ്ട്. ടോട്ടൽ 14 ടീമുകളാണ് KPL ഈ വർഷമുള്ളത്. സോ 13 മാച്ചസ് അവരുടെ ടീമിന് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും അതുവഴി പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് അവരുടെ സീനിയർ ടീമിലോട്ട് ഫീഡ് ചെയ്യാനുള്ളൊരു പ്രോസസ്സായിട്ടാണ്, ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ടാണ് റിസർവ് ടീമിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി ടാലൻസ് ആണ് റിസർവ് ടീമിലുള്ളത്. റിസർവ് ടീമിൻ്റെ ആദ്യത്തെ മത്സരം വരുന്നത് കേരള പ്രീമിയർ ലീഗിൻ്റെ ഓപ്പണർ മാച്ച് ആയിട്ട് 27 ജാനുവരിക്ക് ഗോകുലം കേരള FC അഗെയിൻസ്റ്റ് ആണ്. സോ ഗൈസ്, പ്ലീസ് ഡ്രോപ്പ് യുവർ കമൻറ്റ്സ് ഓൺ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം. 13 മാച്ചാണ് ടോട്ടൽ കേരള പ്രീമിയർ ലീഗിലുള്ളത്. അതിൽ ഫസ്റ്റ് പേസ് ഓഫ് ഫിക്സ്റ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ അനൗൺസ് ചെയ്തിട്ടുള്ളത്. മാർച്ച് ലാസ്റ്റ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് 7 മത്സരങ്ങളാണുള്ളത്. മത്സരങ്ങളെല്ലാം നടക്കുന്നത് മലപ്പുറം മഞ്ചേരി പയ്യനാട് ഗ്രൗണ്ടിലും കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലുമാണ്. ഫ്രീ എൻട്രി ആണ്. സോ ഗൈസ്, ഗോ ആൻഡ് വാച്ച് യുവർ ഫേവറേറ്റ് പ്ലേയേഴ്സ്.